കുഞ്ഞിന് കൊടുക്കാനായി മേടിച്ച കൽക്കണ്ടം MDMA ആണെന്നും പറഞ്ഞുകൊണ്ട് 2 യുവാക്കളെ പിടികൂടി ജയിലിൽ അടച്ചിട്ട് 5 മാസം. കാണുക. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ചെയ്യാത്ത കുറ്റത്തിന് 5 മാസം ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ മാനസികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് ഇതുപോലെ തന്നെ ഒരുപാട് ക്രൈം കേസുകൾ ഉണ്ടായി. അപ്പൊ നമ്മുടെ ഈ അടുത്തിടയില് പ്രമാദമായ കേസായിരുന്നു നമ്മുടെ വേടന്റെ കേസ്. വേടനെ അറസ്റ്റ് ചെയ്തു, കഞ്ചാവുമായിട്ട് പിടിച്ചെന്നും പറഞ്ഞ് ഭയങ്കര വാർത്ത കൊടുത്തു. അതോടൊപ്പം തന്നെ വേടന്റെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ല എന്നും പറഞ്ഞ് ആ നിമിഷം തന്നെ ജാമ്യം കിട്ടാൻ പോലും മേലാത്ത വകുപ്പാണെന്നും പറഞ്ഞ വേടനെ പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മള് സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ട്. പിന്നീട് ആ പുലിപ്പല്ലിന്റെ കാര്യത്തില് ഒരു തീരുമാനം എത്തില്ല. അവസാനം പുലിപ്പല്ല് ചിന്തിക്കടയിൽ നിന്ന് മേടിച്ചതെന്ന് പറയാതെ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചതെന്ന് പറഞ്ഞ പോലെ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഒരാളെ സമൂഹ മാധ്യമത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പത്രങ്ങളിലും എല്ലാം വാർത്തകൾ കൊടുത്തിട്ട് 3-4 മാസം കഴിയുമ്പോഴത്തേന് ആള് നിരപരാധിയാന്ന് പറയുമ്പോഴത്തേന് ഈ പിടിച്ച ഉദ്യോഗസ്ഥന്മാരെ ശരിക്കും പറഞ്ഞാൽ അവരൊന്നും ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യരുത്. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അവർ ജോലി ചെയ്യരുത്. അന്നെങ്കിൽ അവർക്കും അതുപോലെ തന്നെ അർഹമായ ശിക്ഷ കൊടുക്കണം. ഇതിന്റെ മാനസിക ബുദ്ധിമുട്ട് ഇപ്പൊ ഈ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഓരോ ആരോപണങ്ങൾക്ക് ഈ വിധേയമായി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പോകാനോ അതുപോലെ ചിലപ്പോൾ സാധാരണക്കാരാകും. അവർക്ക് കോടതി കയറി നടക്കാനോ അവർക്ക് ഇതിന്റെ പുറകിൽ നടക്കാനോ ഒന്നും സാധിക്കാൻ മേലാത്ത കേസുകൾ വരും. പക്ഷെ അവരെന്നേരം സമൂഹത്തിൽ മുഴുവൻ അവരൊരു അപഹാസ്യരായിത്തീരുന്ന കാഴ്ചയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇത് കോഴിക്കോടുണ്ടായ സംഭവമാണ്. കോഴിക്കോട് രാജപുരം മാലക്കല്ല് 18 മൈൽ ചെരമ്പച്ചാൽ സ്വദേശി ബിജു മാത്യു, ഇദ്ദേഹത്തിന്റെ പേരാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടെ ബാംഗ്ലൂരിൽ നിന്ന് ലോഡുമായിട്ട് ലോറിയെ വന്നതാണ്. വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് കൽക്കണ്ടം മേടിച്ചു. ആ കൽക്കണ്ടം ഇവര് പൊട്ടിച്ച് 1-2 പേര് കുറച്ചെടുത്തിട്ട് ബാക്കി പോക്കറ്റിലിട്ടു. വന്ന വഴിക്ക് കോഴിക്കോട് നാർക്കോട്ടിക് സെല്ല് ഇവരെ പിടികൂടിയിട്ട് ഇവരുടെ പോക്കറ്റിൽ നിന്ന് ഇവരുടെ വാഹനങ്ങൾ മുഴുവൻ പരിശോധിക്കുകയെല്ലാം ചെയ്ത് അവസാനം ഇവരുടെ പോക്കറ്റിൽ നിന്ന് ഈ കൽക്കണ്ടം എടുത്തിട്ട് ഇത് MDMA ആണെന്നാണ് ഇവര് പറയുന്നത്. ഇവരാകുന്ന പറഞ്ഞ് സാറേ ഇത് കൽക്കണ്ടാണ്, കൊച്ചിന് കൊടുക്കാൻ മേടിച്ചാന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്ത് സമ്മതിച്ചില്ല. ഈ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ഇവരെ പിടിച്ച് അന്നേരം തന്നെ അകത്തിട്ടു. ഈ സംഭവം നടക്കുന്നത് 2004 നവംബർ 26-നാണ്. കോഴിക്കോട്ട് സിറ്റി നാർക്കോട്ടിക് സെല്ലും അതുപോലെ പോലീസും കൂടെ ചേർന്ന് ഇവരിൽ നിന്ന് ഈ കൽക്കണ്ടം പിടികൂടുന്നത്. ഇവരെ സ്റ്റേഷനിൽ കൊണ്ട് ഇവരെ ആകുന്ന ചോദ്യം ചെയ്തിട്ട് ഇവര് പറയുന്നു സാറേ ഇത് കൽക്കണ്ടമാണെന്ന് പറഞ്ഞിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഈ നാർക്കോട്ടിക് സെല്ലുകാരും അവർ സമ്മതിച്ചു കൊടുക്കത്തില്ല. അവര് പറയുന്നത് ഇത് MDMA ആണെന്നാണ് അവരങ്ങ് അവകാശപ്പെടുന്നത്. പിന്നീട് ഇവരെ കോടതി ഹാജരാക്കി. അവിടെ വെച്ച് ഇവര് ജഡ്ജിയോട് ആകുന്ന പറഞ്ഞ് സാറേ ഇത് കൊച്ചിന് കൊടുക്കാൻ മേടിച്ച കൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജഡ്ജി അത് ചെവിക്കൊണ്ടില്ലെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇവരെ 5 മാസേന് ഇവരെ ശിക്ഷിച്ചു. അവസാനം കോടതി തന്നെ ഇടപെട്ട് ഇവർക്കൊരു അഡ്വക്കേറ്റിനെ ഇടപാടാക്കി കൊടുത്തു. അതിനുശേഷമാണ് ഇതിന്റെ രാസപരിശോധനാ ഫലം വെളിയിൽ വന്നപ്പോഴത്തേന് ഇത് കൽക്കണ്ടമാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇതിന്റെ ഇവർക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് ഓർത്തു നോക്കിയേ. ഏതെങ്കിലും സാമ്പത്തികമുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖരോ വല്ല ആയിരുന്നെങ്കിൽ അവര് എത്ര കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേര് കേസ് കൊടുത്തേനെ. ബാംഗ്ലൂരിൽ നിന്ന് വന്നതുകൊണ്ട് മയക്കുമരുന്ന് കേസ് ആയതുകൊണ്ട് ഇവര് ഒരുപാട് പേരോട് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും ഇത് ചെവിക്കൊണ്ടില്ല. കാരണം ഇതുപോലുള്ള കഞ്ചാവ് കേസ് അതുപോലെ മയക്കുമരുന്ന് കേസ് ഇങ്ങനെയുള്ള കേസിനൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ ആരെ വിളിച്ച് ചോദിച്ചാലും നമ്മളിപ്പോ ഒരു വാർഡ് മെമ്പറോട് പോലും സഹായിക്കാൻ ചോദിച്ചാൽ അവർ സഹായിക്കത്തില്ല. അവരെല്ലാം കൈയൊഴിയാണ് ചെയ്യുള്ളൂ. അപ്പൊ ഇവർക്കും അതാണ് സംഭവിച്ചത്. ഇവരുടെ വാർത്തകളെല്ലാം വരുകയും ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്ന് MDMA പിടികൂടി എന്നുള്ള വാർത്ത ഇവരെ ആരും സഹായിക്കാതെ ഇവരൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുകയായിരുന്നു. ഈ പിടികൂടിയ ബിജുവും സുഹൃത്തും മണികണ്ഠനും കൂടെ അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇവർ പരാതി കൊടുത്തു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. പണ്ടുള്ളവർ പറയും ആട്ടുംകാട്ടവും കടലയും കണ്ടാൽ തിരിച്ചറിയത്തില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു. അതുപോലെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൽക്കണ്ടം ഏതാ MDMA ഏതാന്ന് ഇവർക്ക് ആദ്യം തന്നെ ഇവർക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ പുലിപ്പല്ല് വേടന്റെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ലാണോ അതോ പ്ലാസ്റ്റിക് ആണോ എന്ന് പോലും കണ്ടുപിടിക്കാതെ അന്നേരം തന്നെ ആരോപണം ഉന്നയിച്ച് ഇവരെയൊക്കെ പിടിച്ച് അകത്തിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ ഒരുപാട് ആൾക്കാർ നിരപരാധികളായി ജയിലിലും കഴിയുന്നുണ്ട്. ആരെയും സംശയത്തിന്റെ പേരിൽ പോലീസുകാർക്ക് സ്റ്റേഷനിൽ കൊണ്ട് എല്ലാം ചോദ്യം ചെയ്യാം. അവരെ നിന്ന് പിടിച്ചെടുത്ത സാധനം ഒറിജിനൽ ആണെന്നുണ്ടതിന് ശേഷം മാത്രമേ അവർക്കെതിരെ കേസെടുക്കാവുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള രീതിയിൽ ഇവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുകയും ചെയ്ത് അവസാനം ഇവരെ 5 മാസം ജയിലിൽ വിട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയുക.